ഈ വർഷം +1 വരുന്ന നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്, അതല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് ടോപ്പ് സ്കോറേഴ്സ് ആവാം, എങ്ങനെ നമുക്ക് A+ സ്കോർ ചെയ്യാം, ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെ A+ സ്കോർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ലഘുവായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് ഉള്ള ഒരു തുടക്കമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അല്ല, ഫിസിക്കൽ വേൾഡ് എന്നാവും നിങ്ങൾ ടെക്സ്റ്റ് കാണുക. പക്ഷെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് തൊട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി പഠിക്കാനിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോ ആദ്യമായിട്ടായിരിക്കും നിങ്ങളിപ്പോ 10th വരെ പഠിച്ചിട്ട് വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രീതിയിലാണ് നിങ്ങളുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ നടക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ആദ്യം തന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇവിടെ പഠിക്കുന്നതില് കൂടുതലും കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. നമ്മളിപ്പോ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന രീതിയിൽ ബൈ ഹാർട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാന്നുള്ളത് +1 +2 സംബന്ധിച്ചിടത്തോളം ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ആപ്ലിക്കേഷൻ ലെവലായിരിക്കും ചോദ്യങ്ങളും, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയായ രീതിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, അപ്പൊ അറിയേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ വർഷം എഴുതുന്നത് ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം 60 മാർക്കിന് നിങ്ങൾ ടേം എക്സാമിനേഷന് എഴുതാറുണ്ട്. അതായത് നമുക്ക് എഴുതി മേടിക്കേണ്ടത് ഔട്ട് ഓഫ് 60ക്കാണ്. ഓക്കെ, 60 മാർക്കിനാണ് നിങ്ങൾക്ക് എഴുതി മേടിക്കേണ്ട മാർക്ക്. അതിന് പുറമെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അഥവാ CE എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു 20 മാർക്ക് കൂടി ഉണ്ടാവും. ഓക്കെ, ടോട്ടലി 80 മാർക്കിന് എത്ര മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും +1 നിങ്ങളുടെ സ്കോർ വരിക. ഇതുപോലെ +2 ഉണ്ടാവും. +1 സംബന്ധിച്ചിടത്തോളം, +2 സംബന്ധിച്ചിടത്തോളം ഇവിടെ ടേം എക്സാമിനേഷൻ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്ലസ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, അവിടെ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കൂടി വരുന്നുണ്ട് അഡീഷണലി. അവിടെ 60, 20, 20. ഓക്കെ, ഇപ്പോ എത്രയായി? 60, 20. ഇവിടെ ടോട്ടലി 80 മാർക്സും ഇവിടേക്ക് വന്നിട്ട് 60, 20, 20 ടോട്ടലി വരുമ്പോഴത്തേക്കും 100 മാർക്സ്. അപ്പൊ ഇവിടെ ഇനിയും ഷോർട്ടേജ് ഉണ്ട്, 180 ആയിട്ടുള്ളൂ. 20 മാർക്കിന്റെ മിസ്റ്റേക്ക് കൂടി ഉണ്ട്. അപ്പോ ആ 20 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിൽ വരേണ്ടുന്ന മാർക്കാണ്. പക്ഷേ ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ബോർഡ് നടത്താറില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിലെ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ ആ 20 മാർക്സ് കൂടി ആഡ് ചെയ്ത് 40 മാർക്സിനായിരിക്കും അവിടെ എന്ത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടത്തുക. അപ്പൊ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ +1 കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നോംസ് ഒക്കെ വരുന്നുണ്ട്. അത് ഈ വർഷം പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്കത് ഇപ്പോഴത്തെ രീതിയിൽ തന്നെ, ഇതുവരെ നടക്കുന്ന രീതിയിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 40 മാർക്സ് +2 വരത്തുള്ളൂ. അപ്പൊ നമുക്ക് എവിടെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, +1 ബോധർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് +1 കാര്യത്തിലേക്ക് മാത്രം വരാം. തൽക്കാലം ഇതിനെ അങ്ങ് മറന്നേക്കാം. അപ്പൊ ടോട്ടലി നമ്മൾ ഇവിടെ എഴുതി മേടിക്കാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്ക്, പിന്നെ CE ആയിട്ട് കിട്ടുന്ന 80 മാർക്ക്. അങ്ങനെ 80 മാർക്ക് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിന് എത്ര മാർക്ക് നിങ്ങൾ മിനിമം സ്കോർ ചെയ്തിരിക്കണം എന്നൊരു ഐഡിയ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾ അവിടെ കണ്ടു 80 മാർക്കിന് കഴിഞ്ഞാൽ ഈ ബാക്കി 120 മാർക്കിനാണ് +2 പരീക്ഷ ബാക്കിയുള്ളത്. ഓക്കെ, 80 മാർക്കിന് +1 എഴുതി കഴിഞ്ഞാൽ ബാക്കി ഇനി +2 120 മാർക്കിന്. അപ്പൊ ടോട്ടലി എത്രയാണ്? 200 മാർക്കിന്. 200 മാർക്കിനാണ് ഫൈനലി നിങ്ങളുടെ റിസൾട്ട് വരിക. 200ന് എത്ര എന്നുള്ളതിന്റെ ബേസിലായിരിക്കും റിസൾട്ട് വരിക. സോ അറിയേണ്ടുന്ന കാര്യം, A+ എന്നൊരു സ്കോർ നിങ്ങൾക്ക് വേണമെങ്കിൽ 200ന് മിനിമം 180 മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, A+ കിട്ടണമെങ്കിൽ 200ന് 180 മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ 80ന് നിങ്ങൾ ഒരു 60 മാർക്ക് മേടിക്കുകയാണ് എന്ന് വിചാരിക്കുക. +1 80ന് 60 മാർക്ക് നിങ്ങൾ എഴുതി മേടിക്കുകയാണെന്ന് വിചാരിക്കുക. +2ന് നിങ്ങൾക്ക് എത്ര മാർക്ക് മേടിക്കേണ്ടി വരും? ഇനി നമുക്ക് എത്ര വേണം? 200ന് 180 വേണം. 200ന് 180 കിട്ടണമെങ്കിൽ ഇപ്പൊ 60 ഇവിടെ ആയി. ഇനി എത്ര കൂടി വേണം 180 കിട്ടാൻ? 120 കൂടി വേണം. അതായത് +2 പരീക്ഷ ഇനി എത്രക്കേ ഉള്ളൂ? 120 ഉള്ളൂ. ആ 120ന് എത്ര തന്നെ വേണം? 120 കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? A+ എന്ന് പറയുന്ന ഒരു ഗ്രേഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. പറഞ്ഞത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് +1 80ന് 60 സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ +2 മുഴുവൻ മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് A+ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. +2 മുഴുവൻ മാർക്ക് എന്ന് പറയുന്നത് ഒരു ഞാണിന്മേൽ കളിയാണ്. കിട്ടിക്കൂടാ എന്നൊന്നുമില്ല, കിട്ടാം, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും.
പക്ഷെ അതൊരു റിസ്ക് ആണ്, ഒരു റിസ്ക് ഫാക്ടർ കൂടുതലാണ്. കാരണം 120 ഔട്ട് ഓഫ് 120 മേടിച്ചാൽ മാത്രമേ A+ കിട്ടൂ. അപ്പോ എപ്പോഴും 60+ ഓർ 65+ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, സ്കോർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് A+ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ വയ്ക്കേണ്ടതുള്ളൂ പ്ലസ് ടുവിലേക്ക്. പ്ലസ് ടു നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ. +1 65 മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലസ് ടുവിലെ A+ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വയ്ക്കാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം വരുന്നത് 70 എന്നുള്ളതാണ് ഒരു വിധത്തിൽ സേഫ് സോൺ എന്ന് പറയാം. 70 മാർക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അവിടെ 120-ന് 110 കിട്ടിയാലും എന്ത് കിട്ടും, A+ കിട്ടും. അപ്പോൾ നമുക്ക് എപ്പോഴും 70+ സ്കോർ ചെയ്യാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഓക്കെ, അത് മനസ്സിലായി എഴുതുന്നു. ഇൻ കേസ് നിങ്ങൾ ഇവിടെ സ്കോർ ചെയ്യുന്ന മാർക്കിൽ ഒരു പ്രശ്നം പറ്റി എന്ന് വിചാരിക്കുക. 80-ന് 50 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതെന്ന് വിചാരിക്കുക. 80-ന് 50 +1 വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, 80-ന് 50 എന്ന് പറയുന്നത് കുറഞ്ഞൊരു മാർക്കായിട്ട് പറയുന്നതല്ല. 80-ന് 50 ബുദ്ധിമുട്ട് തന്നെയാണ്, എഴുതിയാലേ മേടിക്കാൻ പറ്റുള്ളൂ, പഠിക്കാൻ ഒത്തിരി ഉണ്ട്. അപ്പോ 50 മാർക്ക് നിങ്ങൾ അവിടെ സ്കോർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, 70-ന് 50, ഇനിയുള്ളത് 120-ന് സംതിങ് നിങ്ങൾ പ്ലസ് ടുവിൽ എഴുതി മേടിക്കേണ്ടതാണ്. ടോട്ടലി A+ കിട്ടണമെങ്കിൽ എത്ര വേണം, 200-ന് 180 വേണം. അപ്പൊ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായിക്കാം. 80-ന് 50 ഉണ്ട്, 120-ന് ഇനി എത്ര കൂടി, എത്ര ഇനി ഇവിടെ കിട്ടുന്ന എത്രയാണോ അത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 180 കിട്ടണം. 50-നോട് എത്ര ആഡ് ചെയ്യണം, 130 ആഡ് ചെയ്യണം. ഈസ് ദിസ് പ്രാക്ടിക്കലി പോസിബിൾ? 120-ന് 130 മാർക്ക് മേടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 80-ന് 60-ന് മുകളിൽ മാത്രമാണ് നിങ്ങൾ സേഫ് സോൺ. അതിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലസ് ടുവിൽ A+ ഉറപ്പിച്ചിരിക്കണമെങ്കിൽ 70+ മാർക്സ് നിങ്ങൾ എവിടെ സ്കോർ ചെയ്തിരിക്കണം, +1 സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ +1-ന്റെ ആദ്യത്തെ ലക്ഷ്യം, ഫിസിക്സിന് 70-ൽ കൂടുതൽ മാർക്ക്. ഇപ്പോ കൃത്യമായി നമ്മൾ തരുന്ന എന്ത് പറയാ നോട്ട്സ് ഫോളോ ചെയ്യുക. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അതെല്ലാം പഠിക്കുക. അന്നുള്ള വർക്ക് ലോഡ്സ് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യാവുന്നവർക്ക് പിന്നെ റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും, ടെസ്റ്റ് പേപ്പേഴ്സ് പ്രോപ്പർലി അറ്റൻഡ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് A+ സ്വന്തമാക്കാൻ പറ്റും. അതിൽ യാതൊരു സംശയവും ഇല്ല. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി 15 ചാപ്റ്ററുകളാണ് നമുക്ക് +1-ൽ പഠിക്കാനുള്ളത്. 15 കൺസെപ്റ്റ് ഓറിയന്റഡ് ചാപ്റ്റർ. അതില് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ മെഷർമെന്റ്, ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നോർമലി ഇതിന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല. എന്താണ് ഫിസിക്സ് എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഇൻട്രോഡക്ഷൻ ചാപ്റ്ററാണ്, ഇൻട്രോഡക്ടറി ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫിസിക്സ്, അല്ലെങ്കിൽ എന്തിന് നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്റർ ചെയ്യുന്നത്. സാധാരണ ഇതിൽ ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സിൽ, അതായത് അക്കാഡമിക് ഇയറിലെ കരിക്കുലത്തിൽ പഠിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ, നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനെ കുറിച്ചാണ്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള പാഠമാണ്. നമുക്ക് കുറെ സംഭവങ്ങളുടെ യൂണിറ്റ്സ് നമ്മൾ ഇതുവരെ, അതായത് നിങ്ങൾ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നുണ്ട്, ശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്ട് 5ാം ക്ലാസ്സിൽ സയൻസ് പഠിക്കുന്നുണ്ട്, ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റീസിന്റെയും യൂണിറ്റ്സ്, അതിന്റെ അളവുകൾ എങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു മെഷർമെന്റ് സിസ്റ്റം വന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. യൂണിറ്റ്സ്, ആ പേര് തരുന്നുണ്ട്. എന്താണ് യൂണിറ്റ്സ്? ഇപ്പൊ എല്ലാ ക്വാണ്ടിറ്റിക്കും, ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു അളവിനെ ഒരു റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പോൾ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് അവിടെ പോയിട്ട് എന്താ പറയുക, അരി മേടിക്കണം എന്ന് വിചാരിക്കുക. അരി മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് 1 മീറ്റർ അരി എന്ന് പറയാറില്ല, ഇല്ല 1 ലിറ്റർ അരി എന്നും പറയാറില്ല. എന്താ പറയാറ്, 1 കിലോഗ്രാം അരി എന്നാണ് പറയാറ്. അപ്പൊ ആ 1 കിലോഗ്രാം എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച യൂണിറ്റ്. ആ അരിയുടെ അളവിനെ, ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നിന്റെ അളവിനെ നിശ്ചിതപ്പെടുത്താൻ, അളവിനെ തിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സാധനം, ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് യൂണിറ്റ്സ്. അപ്പൊ ആദ്യകാലത്ത് ഒത്തിരി യൂണിറ്റ്സ് ഉണ്ട്. നമ്മുടെ നാടൻ രീതികളിൽ തന്നെ ഒത്തിരി യൂണിറ്റ്സ് ഉണ്ട്. നാഴി,
അതുപോലെ നാഴിക, വിനാഴിക എന്ന് പറഞ്ഞിട്ട് സമയത്തിന് യൂണിറ്റുകളുണ്ട്. നാഴിയുടെ അരനാഴി, മുക്കാൽ നാഴി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ക്വാണ്ടിറ്റീസിന്റെ, അതായത് വോളിയം അളക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ നീളത്തിന് വേണ്ടിയിട്ട് അടിക്കണക്കുണ്ട്, 1 അടി 2 അടി. അതുപോലെ ചാണം എന്ന് പറയുന്ന കണക്കുണ്ട്. അപ്പൊ ഇത്തരത്തില് ഒത്തിരി അളവുകൾ പണ്ട് മുതൽക്ക് യൂസ് ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. ഇതില് ഇന്റർനാഷണലി എന്തു പറയുക വസ്തുക്കളുടെ വ്യാപാര വിനിമയം നടത്തുന്നതിന്, വ്യാപാര വിനിമയം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ടാവാം, വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ടാവാം. അപ്പൊ ഇതിനും അളവുകൾ ബാധകമാണ്. എല്ലാ ക്വാണ്ടിറ്റീസിനും എന്ത് വേണം? ഡെഫിനറ്റ് ആയിട്ടുള്ള അളവുകൾ വേണം. നമ്മൾ വാങ്ങുന്ന വസ്ത്രമായാലും അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന എന്ത് സാധനമായാലും, ഒരു പൈപ്പ് ആയാലും എന്തെങ്കിലും ആയിരുന്നാലും അതിലെ ഒരു മെഷർമെന്റ് ഉണ്ടാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാളയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പെൻസിലോ ഇതിനൊക്കെ ഒരു ഡയമെൻഷൻ ഉണ്ട്, ഒരു അളവുണ്ട്. ഇത്രയാണ്, അത് ഇത്രയിൽ കൂടാൻ പാടില്ല, ഇത്രയിൽ കുറയാൻ പാടില്ല എന്നൊക്കെയുണ്ട്. അപ്പോ അല്ലെങ്കിൽ ഈ അളവുകൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് എന്ത് ചെയ്യാറില്ല, മാച്ച് ചെയ്യാറില്ല. നമ്മുടെ പർപ്പസിന്, നമ്മുടെ ഉപയോഗത്തിന് മാച്ച് ആവാറില്ല. അപ്പൊ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി ഒരുപോലെ ഇരുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം വരും? ഈ വിനിമയം നടക്കില്ല. അപ്പൊ എനിക്കിപ്പോ വിദേശത്ത് നിന്ന് ഒരു എന്ത് വരിക, കാറിന്റെ ഒരു പാർട്ട് വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്റെ കാറിന് കൊണ്ട് വിദേശത്ത് പോവാണെന്ന് വിചാരിക്കും. അവിടെ പോയപ്പോഴത്തേക്കും എനിക്കൊരു നട്ടിന്റെ ആവശ്യമുണ്ട്. എന്റെ വണ്ടിയുടെ വീലിന്റെ ഒരു നട്ട് ലൂസ് ആയി പോയിട്ട് എനിക്ക് ഒരു നട്ട് വേണം. ഈ നട്ട് മേടിക്കാൻ വേണ്ടി ഞാൻ ഒരു കടയിൽ പോയിട്ട് പറയാം, ചേട്ടാ 5 ഇഞ്ചിന്റെ ഒരു നട്ട് തരുമെന്ന് പറയാം. 5 ഇഞ്ചിന്റെ ഒരു നട്ടോ അല്ലെങ്കിൽ ഒരു ബോൾട്ടോ ചോദിക്കാം. ഇത് ചോദിക്കുമ്പോൾ ഇഞ്ച് എന്ന് പറയുന്ന അളവ് അവർക്ക് അറിയില്ല എങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവിടെ നിന്ന് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, അത്തരത്തിലൊരു ബോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇഞ്ച് എന്ന് പറയുന്ന അളവ് അവിടെ പോയപ്പോൾ അവർക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വേണം എന്നുള്ള ഒരു എന്താ പറയാ തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ആദ്യകാലഘട്ടത്തിൽ വന്ന ആളാണ് CGS എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, CGS സിസ്റ്റം. അപ്പൊ ഈ CGS സിസ്റ്റം കൊണ്ടുവന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ് CGS സിസ്റ്റം കൊണ്ടുവരുന്നത്. ഫ്രാൻസ്, ഓക്കെ, ഫ്രഞ്ച് രാഷ്ട്രം ആണ് CGS എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവരുന്നത്. നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. C എന്ന് പറയുന്നത് സെന്റിമീറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നു, സെന്റിമീറ്റർ. G എന്ന് പറയുന്നത് ഗ്രാമിനെ ഡിനോട്ട് ചെയ്യുന്നു. S എന്ന് പറയുന്നത് സെക്കൻഡിനെ ഡിനോട്ട് ചെയ്യും. അതുപോലെ ഏകദേശം ഐഡിയ കിട്ടി കാണും. സെന്റിമീറ്റർ ലെങ്തിന്റെ യൂണിറ്റ് ആണ് സെന്റിമീറ്റർ എന്ന് പറയുന്നത്, മാസിന്റെ യൂണിറ്റ് ആണ് ഗ്രാം എന്ന് പറയുന്നത്, സമയത്തിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 യൂണിറ്റും നമുക്ക് ഗ്ലോബലി ഉപയോഗിക്കാം, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? നമ്മുടെ ഫ്രഞ്ചുകാർ പറഞ്ഞു. ഈ ഫ്രഞ്ചുകാർ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രശ്നമാണ്. നിങ്ങൾ എന്നെ ചിന്തിച്ചാൽ, നിങ്ങൾ കടയിൽ അരി മേടിക്കാൻ പോകും, നമ്മൾ വീണ്ടും അരി മേടിക്കാൻ പോകും. അരി മേടിക്കാൻ പോയിട്ട് നിങ്ങൾ അവിടെ പറയാണ്, ചേട്ടാ എനിക്കൊരു 1850 ഗ്രാം അരി വേണം. ഓക്കെ, ആ പറയുന്നതിൽ തന്നെ ഒരു അസ്വാഭാവികത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? 1850 ഗ്രാം അരി എന്ന് പറയുമ്പോൾ കടക്കാരൻ നിങ്ങൾക്ക് എന്താണെന്ന് വിചാരിക്കില്ലേ? അത് തന്നെയാണ് പ്രശ്നം. ഓക്കെ, അതുപോലെ സെന്റിമീറ്റർ, കടയിൽ പോകുന്നു, സാരി മേടിക്കാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ പറയുകയാണ് 5783 സെന്റിമീറ്റർ നീളമുള്ള ഒരു സാരി തരും ചേട്ടാ. ഓക്കെ, അല്ലെങ്കിൽ പറയാണ് ഇവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ദൂരം എത്ര എന്നൊരാളെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ് ഇവിടെ നിന്ന് 1,87,732 സെന്റിമീറ്റർ നിങ്ങൾ കിഴക്കോട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തും. ശരിയാണോ? പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്താണ് പ്രശ്നം? 1,87,732 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ അയാളെ കൺവേ ചെയ്യുമ്പോൾ അയാൾ വിചാരിക്കും നമുക്ക് ഭ്രാന്താണ്. കാരണം വലിയ അളവുകൾക്ക് സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുപോലെ വലിയ അളവുകൾക്ക് ഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രശ്നം നിലനിന്നത് കാരണം CGS എന്ന് പറയുന്ന സിസ്റ്റം എന്ത് ചെയ്യപ്പെട്ടു? തഴയപ്പെട്ടു. അതില്ല എന്നല്ല, CGS സിസ്റ്റംസ് ഉണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ചില സമയത്ത് കൺവേർഷൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ CGS സിസ്റ്റത്തിന് ഉള്ള ഒരു പ്രാമുഖ്യം നഷ്ടപ്പെട്ടു. സോ ആരുടെ എന്ത് തെറ്റിയാലും ഒരെണ്ണം കൊണ്ടുവരാൻ വേണ്ടി ആരും കൊണ്ടുവരുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരും. അങ്ങനെ ബ്രിട്ടൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്നത് FPS എന്ന് പറയുന്ന സിസ്റ്റമാണ്. FPS എന്ന് പറയുന്ന സിസ്റ്റം, ഫുട്ട് ഓർ ഫീറ്റ്, അടിക്കണക്ക്. ഓക്കെ, ഫുട്ട് ഉപയോഗിക്കാം, ഫീറ്റ് ഉപയോഗിക്കാം. ഫീറ്റ് അടിക്കണക്ക് നമ്മൾ ഉപയോഗിക്കും. 1 അടി 2 അടി എന്ന് പറയും. ആ അടിയല്ല, അല്ലാതെ നമ്മുടെ അളവായിട്ടുള്ള നീളത്തിനെടുക്കുന്ന അടിക്കണക്കുണ്ട്. അടിക്കണക്ക് 30 സെന്റിമീറ്റർ ആണ് 1 അടി എന്ന് പറയുന്നത്. ഒരു 1 ഫീറ്റിന്റെ എന്ത് കിട്ടുന്ന നിങ്ങൾക്ക് സ്കെയിലൊക്കെ മേടിക്കാൻ പറ്റും. ഇത് നമ്മുടെ ടൈലിന്റെ ഒരു സൈഡ് എന്ന് പറയുന്ന 1 ഫീറ്റ് ആണ്. ഓക്കെ, ഓർത്ത് തൂക്കത്തിന് പൗണ്ട് എന്ന് പറയുന്ന യൂണിറ്റ്. പൗണ്ട് കേട്ടിരിക്കും നിങ്ങൾ. പൗണ്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, റാത്തൽ എന്നൊക്കെ നാളെ പറയുന്നത്. ടൈമിന് സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ്.
സമയത്തിന് മാത്രം ആരും അങ്ങനെ തൊട്ട് കളിച്ചിട്ടില്ല കേട്ടോ. CGS-ലും FPS-ലും എന്ത് തന്നെയാണ് ടൈം ഇൻ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് തന്നെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ FPS-ല് ഫീറ്റ് പൗണ്ട് സെക്കൻഡ് എന്ന് പറയുന്ന ഫുട്ട് ഓർ ഫീറ്റ് എന്ന് പറയാം. ഫീറ്റ് പൗണ്ട് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു അളവ് ആര് കൊണ്ടുവന്നു? ബ്രിട്ടൻ പ്രൊപ്പോസ് ചെയ്തു. ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടെയും നേരത്തെ സെയിം പ്രശ്നങ്ങൾ. ഇതിപ്പോ നമ്മൾ കടയിൽ പോയിട്ട് എഗെയിൻ നമ്മൾ വീണ്ടും പഞ്ചസാര മേടിക്കാൻ പോകും. പഞ്ചസാര മേടിക്കാൻ വേണ്ടി ചേട്ടാ ഒരു 4 പൗണ്ട് പഞ്ചസാര തരൂ എന്ന് ഇന്ത്യയിലെ ഒരു കടയിൽ ചെന്ന് പറയുമ്പോഴത്തേക്കും കടക്കാരൻ നിങ്ങളെ ത്രാസിന്റെ കല്ലുകൊണ്ട് തരും. കാരണം എന്താ? പൗണ്ട് എന്ന് പറയുന്ന യൂണിറ്റ് നമ്മുടെ നാട്ടിൽ പുറത്ത് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രത്ത് എന്തല്ല പ്രാക്ടിക്കലി അവർ കേട്ടിട്ടുള്ള ഒരാളല്ല. അങ്ങനെ ഒരു അളവില്ല എന്നല്ല അതുകൊണ്ട്. പക്ഷേ നോർമലി നമ്മൾ ഉപയോഗിച്ച് ശീലിച്ച ഒരാളല്ല പൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ബ്രിട്ടനില് യൂഷ്വലി അവർ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പൗണ്ട്. അതുകൊണ്ടാണ് അവർ അതിൽ കൊണ്ടുപോകുന്നത്. അവർക്ക് ഓക്കെ. പക്ഷെ ഇത് നമുക്ക് പണിയായി തുടങ്ങി. അതുപോലെ മറ്റു രാഷ്ട്രങ്ങൾക്കും ഒരു പണിയായി തുടങ്ങി. സോ പൗണ്ട് എന്ന് പറയുന്ന പ്രാക്ടിക്കലി അങ്ങനെ യൂഷ്വലി ഉപയോഗിക്കുന്ന സാധനമല്ല. അതൊരു വല്ലാത്ത അളവാണ്. അതുപോലെ തന്നെ മാച്ച് ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ പാടാം. ഫീറ്റ് എന്ന് പറയുന്നത് അടിക്കണക്കും എപ്പോഴും പ്രാക്ടിക്കലി പോസിബിൾ ഒന്നുമല്ല. നേരത്തെ ചോദിച്ച പോലെയൊക്കെ തന്നെ 1,87,720 സെന്റിമീറ്ററിലെ അത് കുറച്ചുകൂടി ഒന്ന് മാറും. ഇവിടെ ഇപ്പൊ വരുമ്പോൾ 10,786 ഫീറ്റ് എന്നോ. ഓക്കെ. അപ്പൊ അതും ഒരു വലിയ അളവാണ്. ഫീറ്റും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരളവല്ല. സോ ഇതിനും എന്ത് പറ്റി? കുറച്ചൊരു അസ്വാഭാവികതയും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി FPS എന്ന് പറയുന്ന സിസ്റ്റം പോയി. ഇവരുടെ സിസ്റ്റം പൊളിയാൻ വേണ്ടി ആര് കാത്തിരിക്കുകയായിരുന്നു? എഗെയിൻ ഫ്രാൻസ് കാത്തിരിക്കുകയായിരുന്നു. ഫ്രാൻസിന്റെ തന്നെയാണ് മൂന്നാമത്തെ സിസ്റ്റം. ആ സിസ്റ്റം അറിയപ്പെടുന്നു MKS സിസ്റ്റം. ഇത് ഒരുവിധം വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് MKS സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ ലെങ്തിന് മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്. ഓക്കെ, ലെങ്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, ടൈമിന് സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ്. നമ്മൾ ഇന്ന് കോമൺ ആയിട്ട് യൂഷ്വൽ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്ന് പറയുന്നത്. ലെങ്തിന് മീറ്റർ, തൂക്കത്തിന് അളവിന് അതായത് മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. ഇത് വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഈ 3 യൂണിറ്റ് മാത്രം പോരാ. ഫ്രാൻസിന്റെ MK സിസ്റ്റം എന്ന് പറയുന്ന സാധനം തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു. ഇത് തന്നെ എടുക്കാൻ വേണ്ടി ഇറച്ചു. കാരണം കുഴപ്പമില്ല, ഒരു 18,000 മീറ്റർ എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. അതുപോലെ 5 കിലോഗ്രാം വലിയ പ്രശ്നമില്ലല്ലോ. അവിടെ പോകുമ്പോൾ 5 കിലോഗ്രാം കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ കഴിക്കും. അമേരിക്കക്കാരെ കഴിക്കുന്നത് അവരായിരിക്കും മേടിച്ച് കഴിക്കുന്നില്ല. എന്തായാലും കിലോഗ്രാം അത് എന്താണ് ഒരു ബാലൻസ് ആണ്. സെക്കൻഡ് എല്ലായിടത്തും കോമൺ ആയിട്ട് തന്നെയാണ്. ടൈമിന് അവർ ഞാൻ പറഞ്ഞില്ല തൊട്ടില്ല. ടൈമിന്റെ മുകളിലോട്ടുണ്ട് ഒത്തിരി വലിയ യൂണിറ്റ്സ് ഉണ്ട്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട്, പാർസെക് ഉണ്ട്, ലൈറ്റ് ഇയേഴ്സ് ഉണ്ട്. നമ്മൾ പിന്നെ വരും താഴോട്ടുള്ള യൂണിറ്റ്സ്, മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്സ് എന്ന് പറയുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. അപ്പൊ പക്ഷേ ഇതിനെല്ലാത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡിന് അവർ ആരും തൊട്ടില്ല. MKS സിസ്റ്റം ഏറെക്കുറെ എന്ത് ചെയ്യപ്പെട്ടു? അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. അപ്പൊ MKSൽ 3 പേരല്ലേ ഉള്ളൂ. ലെങ്തിന്റെ മീറ്ററും, മാസിന്റെ കിലോഗ്രാമും, ടൈമിന്റെ സെക്കൻഡും. അപ്പൊ ഈ 3 പേരെയും വെച്ച് ലോകത്തുള്ള എല്ലാ സാധനത്തിനും അളക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോ അതിനു വേണ്ടിയിട്ട് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ് വേണം എന്ന് അവര് പ്ലാൻ ചെയ്തിട്ട് അത് ഒരു കോൺഫറൻസ് ഒക്കെ നടത്തി കുറെ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി ചായ കുടിച്ചിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടു ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വേണം. അത് വളരെ ഫണ്ടമെന്റൽ ആയിരിക്കണം. അതിൽ നിന്ന് ബാക്കി ആരെ വേണം ഉണ്ടാക്കാം. പക്ഷെ അതിലും ചെറുതായിട്ട് അല്ലെങ്കിൽ അവയല്ലാതെ മറ്റൊരാള് വേറൊന്നിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. പറഞ്ഞു പോകാത്തുന്നില്ല ഞാൻ. മീൻസ് ഫണ്ടമെന്റൽ ആയിരിക്കണം. അവരാണ് ഏറ്റവും ബേസ്, അവരായിരിക്കണം ഏറ്റവും ശക്തി. അതായത് ഏറ്റവും ടോപ്പിലുള്ള 7 പേര്. അവരെ വെച്ച് നമുക്ക് വേറെ ആരെ വേണോ ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ ഈ 7 പേരെ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മറ്റാളുകളെ മേടിച്ച് ഉണ്ടാക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് ആണ്. ഇവരാണ് ബേസ്. ഓക്കെ. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ കൊണ്ടുവരാം. ഇവരെ വെച്ചിട്ട് നമുക്ക് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. സിസ്റ്റം ഡേ ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞൊരു ഫ്രഞ്ച് വേർഡൊക്കെ ഉണ്ട്. എന്തായാലും അതിനെ ചുരുക്കി അവർ വിളിച്ച പേരാണ് SI സിസ്റ്റം. ഇത് നിങ്ങൾ കേട്ടിരിക്കും. SI യൂണിറ്റ്സ് കേട്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ സിസ്റ്റം ഡി ഇന്റർനാഷണൽ എന്ന് പറയുന്ന സിസ്റ്റമേ ഡി ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഫ്രഞ്ച് വേർഡാണ്. അതൊന്നും വേണ്ട. അതിൽ നിന്ന് കിട്ടിയതാണ് ഈ സിസ്റ്റം ഇന്റർനാഷണൽ. അത് ഓർമ്മിച്ചത് സിസ്റ്റം ഇന്റർനാഷണൽ. അതിനെ ചുരുക്കിയാണ് അവർ SI എന്ന് വിളിച്ചത്. SI. ഓക്കെ. SI സിസ്റ്റം എന്ന് പറയുന്ന സംഭവം അതാരുടെ തന്നെയാണ്? MKSന്റെ മോഡിഫൈഡ് ഫോം ആണ്. ആരുടെയാണ്? അപ്പോ ഫ്രാൻസുകാരുടെ തന്നെയാണ്, ഫ്രഞ്ചുകാരുടെ തന്നെയാണ്. അപ്പൊ SI സിസ്റ്റം എന്ന് പറയുന്ന സാധനം നിലവിൽ SI സിസ്റ്റത്തിനകത്ത് 3 പേര് മാത്രമല്ല, ഇവിടെ 3 പേരുണ്ട്, ഓൾറെഡി 3 പേരുണ്ട്. അവരെ കൂടാതെ കുറച്ച് പേര് കൂടിയുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. SI സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ +1 ആയാലും +2 ആയാലും എൻട്രൻസ് ആയാലും നിങ്ങൾ ഇനി എന്ത് സാധനം പഠിച്ചാലും അവിടെ സയൻസ് ഉണ്ടോ, അവിടെ യൂണിറ്റ്സ് ഉണ്ട്, അതിൽ SI യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ SI യൂണിറ്റ്സ് വേണം പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി. അവർ ചോദിച്ചിട്ടില്ല എങ്കിൽ മാത്രമേ
അവര് ചോദിച്ചിട്ടില്ല എങ്കിൽ എസ് ഐ യൂണിറ്റ്സ് തന്നെ ചെയ്യട്ടെ. ഈ മറ്റൊരു യൂണിറ്റ്സ് ചെയ്യണമെന്ന് എടുത്ത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് മാറ്റാനോ അധികാരമുള്ള യൂണിറ്റ്സ് മാറ്റാനുള്ള അധികാരമുള്ളൂ. അപ്പൊ നോർമലി നമ്മുടെ പ്രോബ്ലംസ് എല്ലാം ഫിസിക്സിലെ എല്ലാ പ്രോബ്ലംസും ഫിസിക്സിലെ എല്ലാ യൂണിറ്റ്സും എന്തിലായിരിക്കണം നമ്മൾ എഴുതി റെപ്രസെന്റ് ചെയ്യേണ്ടത്? എസ് ഐ യൂണിറ്റ്സിലായിരിക്കണം എഴുതി റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എസ് ഐ യൂണിറ്റ്സിലേക്ക് വരാം. ഇത്രയും മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അപ്പൊ യൂണിറ്റ്സ് ഇൻ സിസ്റ്റംസ് ആണ് പറഞ്ഞത്. 3 തരം സിസ്റ്റംസ് നിലവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. CGS എന്ന് പറയുന്ന ഫ്രാൻസിൻ സിസ്റ്റം, രണ്ടാമത് FPS എന്ന് പറയുന്ന സിസ്റ്റം, ഇത് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, അടുത്ത ഫുഡ് പൗണ്ട് സെക്കൻഡ് ബ്രിട്ടീഷുകാരുടേത്, ആദ്യത്തെ ഫ്രഞ്ചുകാരുടേത്. മൂന്നാമത് MK സിസ്റ്റം വന്നു, MKS മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, അതും ഫ്രാൻസിന്റെ തന്നെയാണ്. അതിന്റെ മോഡിഫൈഡ് വെർഷൻ ആണ് നമ്മുടെ SI സിസ്റ്റം എന്ന് പറയുന്നത്. SI സിസ്റ്റം ആണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകും. നമ്മൾ തിരിച്ചു SI സിസ്റ്റം ആണ് നമുക്ക് ഇനി പഠിക്കാൻ. SI സിസ്റ്റം ഇതിനകത്ത് സിസ്റ്റത്തിനകത്ത് എല്ലാവർക്കും യൂണിറ്റ് ഒരു പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സ്പെഷ്യലി നമ്മൾ 7 പേരെ പഠിക്കുന്നുണ്ട്. അവരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരാണ് രാജാക്കന്മാർ. ഇവരെ വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവരില്ലാതെ നമുക്ക് ബാക്കി അറിയാൻ പറ്റില്ല. ഇവരിൽ ചെറിയ ആളുകളില്ല. സോ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നോക്കാം. അപ്പൊ ഇവര് ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ മറ്റവരും വേറൊരു പേര് പറയും കേട്ടോ. കാരണം ഇവരിൽ നിന്നാണ് ബാക്കി എല്ലാവരും ഉണ്ടായി വന്നിരിക്കുന്നത്. അവർ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് വിളിക്കുക. നമുക്കത് നോട്ട്സ് പറയുന്ന സമയത്ത് പറയാം എന്താ ഫണ്ടമെന്റൽ ഡിറൈവ്. മനസ്സിലായി കാണും. ഏറ്റവും ശക്തരായിട്ടുള്ള പ്രബലരായിട്ടുള്ള യൂണിറ്റ്സ് എന്നാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അവരിൽ നിന്നാണ് ബാക്കിയുള്ളവരെല്ലാം ഉടലെടുക്കുന്നത്. അവരാണ് ബാക്കിയുള്ളവരെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഇവരിൽ നിന്നുണ്ടായി വരുന്ന ഇവരിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന ആളുകളാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ ഫണ്ടമെന്റൽ യൂണിറ്റ്സിലേക്ക് അത് പറയാം. ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ 3 പേര് നമ്മൾ പഠിച്ചു. MKസിലുള്ള 3 പേര്. മാസിന് ഒരാള്, ലെങ്തിന് ഒരാള്, ടൈമിന് ഒരാള്. 3 പേരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവയ്ക്ക് പുറമെ അപ്പൊ ഇവരെ 3 പേര് നോക്കാം. മാസിന് ആരാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക? മാസിന് കിലോഗ്രാം എന്ന് പറയുന്ന അളവാണ് നമ്മൾ ഉപയോഗിക്കുക. മാസിന് കിലോഗ്രാം ആണ് യൂസ് ചെയ്യുക. kg എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇത് സിമ്പിൾ ആണ്, kg. ഇത് എഴുതുമ്പോഴൊക്കെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചോണം. ഈ നമ്മൾ 8ാം ക്ലാസ് വരെ പഠിക്കുന്നതാണ് അതിന്റെ കുറച്ച് റൂൾസ് ഒക്കെ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതൊന്നും വലിയ നോക്കണം, പക്ഷെ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അവിടെ ഒരു ഓർമ്മ ഉണ്ടാവണം, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ലെങ്ത് മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഉപയോഗിക്കുക. MEKR എഴുതുന്നുണ്ട്, MEKR എഴുതുന്നുണ്ട്. MEKR ആണ് ടെക്സ്റ്റ് ബുക്കുകൾ കിടക്കുക. MEKR മീറ്റർ, മീറ്റർ സ്മോൾ ലെറ്റർ M കൊണ്ടായിരുന്നു. ഓക്കെ, ടൈമിന് സെക്കൻഡ് ആണ് നമ്മൾ എഴുതുന്ന യൂണിറ്റ്. S ആണ് നമ്മൾ 3 പേര് നമുക്കായി. 1 2. ഇനിയുള്ളതാണ് ടെമ്പറേച്ചർ, താപനില അഥവാ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് നിങ്ങളിപ്പോ ഡിഗ്രി സെൽഷ്യസ് കേട്ടിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഭൂരിഭാഗം പേര് കേട്ടിരിക്കുന്നത്. വാർത്തയിലൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പറയാറുണ്ടല്ലോ, തിരുവനന്തപുരത്ത് കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് അതിന്റെ പനിയുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും 108 ഡിഗ്രി പനിയുണ്ടെന്ന് പറയും. 108 ഡിഗ്രി എന്ന് പറഞ്ഞവരോട് ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. 108 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമല്ല നമ്മുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. SI യൂണിറ്റിൽ വരുന്ന ആള് കെൽവിൻ ആണ്. കെൽവിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, പുള്ളിയുടെ പേരാണ് കെൽവിൻ. കെൽവിൻ എന്ന് പറയുന്നതിന് അബ്രിവേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് K ആണ്. ക്യാപിറ്റൽ ലെറ്റർ K ആണ് കെൽവിന് ഉപയോഗിക്കുക. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുക. സയന്റിസ്റ്റിന്റെ പേരായതുകൊണ്ടാണ് യൂണിറ്റിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചത്, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചു. ഇനി 5ാമത്തെ ടെമ്പറേച്ചർ ആയി. ഇനി ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ, ലൂമിനസ് എന്ന് വെച്ചാൽ എന്താ, പ്രകാശമായിട്ട് റിലേറ്റഡ് ആണ് ലൂമിനസ് എന്ന് പറയുന്നത്. ലൂമിനസ് ഇന്റൻസിറ്റി പ്രകാശത്തിന്റെ തീവ്രത, എത്രത്തോളം വെളിച്ചം തരുന്നുണ്ട് ഒരു ബോഡി, എത്രത്തോളം വെളിച്ചം പുറപ്പെടുവിക്കുന്നുണ്ട്. നമ്മൾ ലൈറ്റ് ആയിരുന്നാൽ ഇത്ര ലൂമെൻസ് എന്നൊക്കെ പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഈ ബൾബോ ട്യൂബ് ലൈറ്റ് ഒക്കെ വരുന്ന കവർ നിങ്ങൾ നോക്കിയെങ്കിൽ LED ബൾബൊക്കെ വരുന്ന കവർ നോക്കിയെങ്കിൽ എഴുതിയിരിക്കും 6000 ലൂമെൻസ് ആണ് ഇതിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം. അപ്പൊ ലൂമെൻസ് എന്ന് കേട്ടാൽ ആലോചിക്കുക, അത് ലൂമിനസ് ഇന്റൻസിറ്റി ആണ്, പ്രകാശത്തിന്റെ തീവ്രതയെ പറയുന്നതാണ്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡിലയാണ്. കാൻഡില, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില. CD കൊണ്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുക. ലൂമിനസ് ഇന്റൻസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുക, യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംബൽ എന്ന് പറയുന്നത് കാൻഡില, CD ആണ്. കേട്ടിട്ടുള്ളതാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, കെമിസ്ട്രിയിൽ നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. പദാർത്ഥത്തിന്റെ അളവ് എന്ന് മലയാളത്തിൽ പറയും.
പദാർത്ഥത്തിന്റെ അളവ്. പദാർത്ഥത്തിന്റെ അളവ് എന്ന് പറയുമ്പോഴത്തേക്കും അരിയും പഞ്ചസാരയൊക്കെ നമുക്ക് കിലോഗ്രാമിൽ പറയാം. പക്ഷേ ഓക്സിജനെ കിലോഗ്രാമിലും നൈട്രജനെ കിലോഗ്രാമിലും അമോണിയ കിലോഗ്രാമിലും പറയാന്ന് പറയുന്ന മടത്തരല്ലേ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ കണികകളുണ്ട്, ചെറിയ പദാർത്ഥങ്ങളുണ്ട്. അവയുടെ അളവ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മോളാണ്. മോൾ കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ടായിരിക്കും. മോൾ കൺസെപ്റ്റ്, അവയ്ക്കാടുള്ള മോൾ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ. മോൾ എന്ന് പറയും MOLE. യൂണിറ്റിന്റെ സിമ്പൽ എഴുതുമ്പോൾ MOL എഴുതാറുള്ളൂ, MOLE എഴുതാറില്ല. പേര് എഴുതുമ്പോൾ MOLE, അല്ലാതെ സിമ്പൽ എഴുതുമ്പോഴത്തേക്കും MOL. ഓക്കെ, 9 സിമ്പലുമാണ് ഈ കിടക്കുന്നത്. അപ്പൊ 6 പേര്. ഇനി ഒരാളുടെ ഉള്ളൂ. 7ാമത്തെ ആൾ. നമ്മള് വൈദ്യുതിയെ കുറിച്ച് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സോ അടുത്തത് കറണ്ട് ആണ്. കറണ്ടിനെ കുറിച്ച് സ്റ്റൈലായിട്ട് നമുക്ക് എഴുതാം. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹ തീവ്രത, അതിനെയാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ആംപിയർ. ഓക്കെ, ആംപിയർ റെപ്രസെന്റ് ചെയ്യുന്നത് A എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടാണ്. ക്യാപിറ്റൽ A ആണ് ആംപിയർ. ആരുടെ പേരാണ്? സയന്റിസ്റ്റിന്റെ പേരല്ലേ. സയന്റിസ്റ്റിന്റെ പേരാണ് നമുക്ക് എന്തെന്ന് എഴുതാം? അവിടെ ക്യാപിറ്റൽ A എഴുതാം. അപ്പോൾ സയന്റിസ്റ്റിന്റെ പേരായാലും നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് എന്ത് എഴുതിയാൽ മതി? സ്മോൾ ലെറ്റർ എഴുതിയാൽ മതി. AMPER, സ്മോൾ ആംപിയർ. ഇവിടെ കെൽവിൻ വന്നതാണ് നമ്മൾ സ്മോൾ ലെറ്റർ എഴുതാറ്. ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എന്താ എഴുതാറ്? ക്യാപിറ്റൽ ആണ് എഴുതാറ്. അപ്പൊ ഇവരാണ് നമ്മുടെ 7 കിടിലൻ യൂണിറ്റ്സുകൾ. ഇവരാണ് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന 7 പേർ. ഇവരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോ ആ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് മറക്കരുത്. മാസിന് കിലോഗ്രാം, ലെങ്തിന് മീറ്റർ, ടൈമിന് സെക്കൻഡ്, ടെമ്പറേച്ചറിന് കെൽവിൻ, ലൂമിനസ് ഇന്റൻസിറ്റിക്ക് കാൻഡല, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോൾ, ആൻഡ് ഫൈനലി ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റിന് ആംപിയർ. 7 പേരിലാണ് ബാക്കി എല്ലാവരും കളി. ഓക്കെ, ഇതിൽ ഈ 3 പേർക്ക് സ്പെഷ്യൽ ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം +1ലും +2ലും ഇവരെ 3 പേരെയും വെച്ചിട്ട് നമ്മളൊരു ഗെയിം കളിക്കുന്നുണ്ട്. അവരുടെ പേര്, അതിന്റെ പേരാണ് ഡയമെൻഷൻ. ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന സാധനം. ഇതെല്ലാവർക്കും എക്സാമ്പിൾ എഴുതുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, എളുപ്പമുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക സാധനം. ഓക്കെ, അപ്പോ ഇവരെ പഠിക്കേണ്ടതല്ല, ഇവരും പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിന്നൊക്കെ. അപ്പൊ ഓർത്ത് വെക്കുക. ഈ 7 പേരെയും ബൈഹാർട്ട് ചെയ്യുക, മറക്കരുത് ഒരിക്കലും. ഓക്കെ, ഇവിടെ ഇവരെ കൂടാതെ 2 പേര് കൂടിയാണ്. അപ്പൊ ഇവര് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് പറയാം. ഇവരെ കൂടാതെ 2 പേര് കൂടിയുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് സപ്ലിമെന്ററി യൂണിറ്റ്സ് എന്നാണ്. സപ്ലിമെന്ററി യൂണിറ്റ്സ്. ഒരാള് റേഡിയൻ. റേഡിയൻ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിരിക്കാൻ വലിയ വഴിയില്ല. നിങ്ങൾ ഡിഗ്രി കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആംഗിൾ എഴുതുന്ന സമയത്ത് 100 ഡിഗ്രി അല്ലെങ്കിൽ 110 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ മുകളിൽ കൊണ്ടിട്ടൊക്കെയാണ്. അതാണ് റേഡിയൻ. അത് അവിടെയാണ് ഡിഗ്രി എന്ന് പറയുന്ന അളവ് എഴുതുന്നത്. അതിന്റെ തന്നെ മറ്റൊരു അളവാണ്. അത്തരത്തിൽ ആംഗിളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ആരെന്ന് പറയുന്നത് റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലെയിൻ ആംഗിളുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി, സാധാരണ നമ്മൾ പഠിക്കുന്ന ആംഗിളുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അളവാണ്, ഒരു സപ്ലിമെന്ററി യൂണിറ്റ് ആണ്. ഇത് ഫണ്ടമെന്റലിൽ തന്നെ വരുന്ന ആളാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. റേഡിയൻ എന്ന് പറയുന്നത് റാഡ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുക. റേഡിയനെ റാഡ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്ലെയിൻ ആംഗിൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് റേഡിയൻ. റെപ്രസെന്റ് ചെയ്യുന്നത് റാഡ് എന്ന് വെച്ചിട്ടാണ് ആ റേഡിയൻ. അതുപോലെ സോളിഡ് ആംഗിളുകളെ 3 ഡയമെൻഷണൽ രൂപങ്ങളിൽ വരുമ്പോഴത്തേക്കും സോളിഡ് ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് സ്റ്റെറഡിയൻ. സ്റ്റെറഡിയൻ റേഡിയന്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. സ്റ്റെറഡിയൻ എന്നാവും. റേഡിയൻ, സ്റ്റെറഡിയൻ. ഓക്കെ, സ്റ്റെറഡിയന്റേത് SR, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ്, മാർക്കല്ലേ, SR. ഓക്കെ, അപ്പോ പ്ലെയിൻ ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി റേഡിയൻ എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് യൂണിറ്റും സോളിഡ് ആംഗിൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സ്റ്റെറഡിയൻ SR എന്ന് പറയുന്ന ഒരു യൂണിറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവരെ വിളിക്കുന്നത് സപ്ലിമെന്ററി യൂണിറ്റ്സ് എന്നാണ്. ഇവർ 3 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. ഇവർ 3 സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ്. അപ്പൊ ഈ 7 + 2 9 പേര് മാർക്ക് ചെയ്ത് ഈ പ്ലെയിൻ ആംഗിൾ സോളിഡ് ആംഗിളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പലതവണ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലേക്ക് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. CBSEയും അതെ, സ്റ്റേറ്റും അതെ. സോ മറക്കരുത്, 7 പേരും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം.